ശക്തമായ കാറ്റിലും മഴയിലും കോഴിക്കോട് ജില്ലയിൽ വ്യാപക നാശനഷ്ടം. മലയോര മേഖലയിൽ മരം വീണ് നിരവധി വീടുകൾ തകർന്നു. കൊടുവള്ളിയിൽ മരം വീണ് ട്രാൻസ്ഫോമർ നിലംപൊത്തി. ബാലുശ്ശേരി എക്സൈസ് സർക്കിൾ ഓഫീസ് കെട്ടിടത്തിന്റെ ഓടുകൾ കാറ്റിൽ പറന്നുപോയി. സമീപത്തെ കെട്ടിടത്തിന്റെ ഷീറ്റ് പറന്ന് വൈദ്യുതി ലൈനിൽ വീണു. ശക്തമായ കാറ്റിൽ താമരശ്ശേരി ചുരത്തിൽ പലയിടത്തും മരം വീണു. മിഥില ബാലൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട്ട് നിന്ന്. മിഥില, ജില്ലയുടെ വിവിധയിടങ്ങളിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? ഒപ്പം തന്നെ ഇന്നത്തെ കാലാവസ്ഥാ മുന്നറിയിപ്പിൽ വടക്കൻ കേരളത്തിൽ കോഴിക്കോട് ജില്ലയിലൊക്കെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് മുന്നറിയിപ്പ്. വിശദാംശങ്ങൾ എങ്ങനെ മിഥില? മിഥില ബാലനിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്താം. ശക്തമായ കാറ്റും മഴയും കോഴിക്കോട് ജില്ലയിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു. പ്രത്യേകിച്ച് മലയോര മേഖലയിൽ നിരവധി നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മരം വീണ് നിരവധി വീടുകൾ തകർന്നിട്ടുണ്ട്. കൊടുവള്ളിയിൽ മരം വീണ് ട്രാൻസ്ഫോമർ നിലംപൊത്തി എന്നുള്ള വിവരം കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തു വന്നിരുന്നു. അതുപോലെ ബാലുശ്ശേരിയിൽ എക്സൈസ് സർക്കിൾ ഓഫീസ് കെട്ടിടത്തിൻ്റെ ഓടുകൾ ശക്തമായ കാറ്റിൽ പറന്നുപോയിട്ടുണ്ട്. അതുപോലെ അവിടെ സമീപത്തെ കെട്ടിടത്തിൻ്റെ ഷീറ്റ് പറന്ന് വൈദ്യുതി ലൈനിൽ വീണിട്ടുണ്ട്. ബാലുശ്ശേരിയിൽ മാത്രമല്ല താമരശ്ശേരി ചുരത്തിൽ അവിടെ പലയിടങ്ങളിൽ മരം വീണു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. മിഥില ബാലൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മിഥില, വിശദാംശങ്ങൾ. മിഥില, ശ്രീജിത്ത്, ഇന്ന് രാവിലെ മുതൽ കോഴിക്കോടിന്റെ മലയോര മേഖലകളിൽ അതിശക്തമായ കാറ്റാണുള്ളത്. ചുഴലിക്കാറ്റിന് സമാനമായ രീതിയിലുള്ള കാറ്റാണ് ഇവിടങ്ങളിൽ അനുഭവപ്പെട്ടത്. താമരശ്ശേരി ചുരത്തിലാണ് വലിയ രീതിയിൽ വിവിധ ഇടങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് ചുരം സംരക്ഷണ സമിതിയും ഫയർഫോഴ്സും നാട്ടുകാരും എല്ലാം ചേർന്നാണ് ഈ മരങ്ങൾ അവിടെ നിന്നും മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചത്.